ഇന്ന് നമുക്ക് സദ്യയിൽ നിറവും രുചിയും കൂട്ടുന്ന ഒരു കറിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. 5 മിനിറ്റുകൾക്കുള്ളിൽ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കുറച്ച് 1 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചിട്ട് അടിച്ചു വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഒരു മിക്സിന്റെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിത് ചേർത്തി കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു എരിവുള്ള പച്ചമുളകാട്ടോ ചേർത്തിട്ടുള്ളത്. എരിവ് കുറഞ്ഞാണെങ്കിൽ 2 വരെ ചേർത്താം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ബീട്രൂട്ടൊക്കെ ഇവിടെ കുക്കായല്ലേ, വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്തി കൊടുക്കാം. എന്നിട്ട് ആ തേങ്ങയിൽ ഒന്നും പാടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ കടുക് ചതച്ചത് ചേർത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ഒന്ന് ഉടച്ചെടുത്തും പാടെ ചേർത്തി കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തേങ്ങ കുറച്ച് ചേർത്താലാണ് ഈ ബീട്രൂട്ട് പച്ചടിക്ക് നല്ല കളർ കിട്ടുക കേട്ടോ. അപ്പോൾ ഓണസദ്യയിൽ നിറവും രുചിയും കൂട്ടുന്ന ഈ ഒരു ഐറ്റം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.